ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എനിക്കിന്ന് ഷോപ്പിൽ പോകാനൊന്നുമില്ല. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തണം, ഒരു ഷോർട്സൊക്കെ ചെയ്യണം എന്നുള്ള പ്രതീക്ഷയോട് കൂടി നല്ല സന്തോഷത്തിലിരിക്കുന്ന ആ ഒരു ടൈമിലായിരുന്നു കേട്ടോ എൻ്റെ ഷോപ്പിൽ നിന്ന് വിളി വന്നു. ഇന്ന് എന്തായാലും നിർബന്ധമായിട്ടും ഷോപ്പിലെത്തണം, അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, വരാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ആകെ ആ മൂടങ്ങ് പോയി, ആകെ വിഷമത്തിലായി. എന്തായാലും തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണം, കാരണം മക്കളൊക്കെ ഉള്ളതല്ലേ, ഇന്ന് ലീവല്ലേ, സ്കൂളില്ല അവർക്ക്. അങ്ങനെ ഞാൻ പുട്ടാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എന്താണ് തലവേദന ഉണ്ടാവില്ല, ചായ കുടിച്ചപ്പോ തന്നെ കുറെ തലവേദന. അവളൊന്നും പറഞ്ഞില്ല. അങ്ങനെ എന്നും രാത്രി ആവുന്ന സമയത്ത് പിറ്റേ ദിവസം രാവിലത്തേക്ക് എന്തെല്ലാം തയ്യാറാക്കണം, എങ്ങനെയൊക്കെ മക്കളെ സ്കൂളിലും മദ്രസയിലും പറഞ്ഞു വിടണം, ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ധാരണ നമുക്കുണ്ടാവുമല്ലോ. സാധാരണ ഇപ്പോൾ ഇന്നലെ ഞാൻ വിചാരിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ കേട്ടോ. രാവിലെ എണീറ്റിട്ട് ഇനിയിപ്പോൾ എവിടേക്കും പോകാനൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണം എന്നൊക്കെയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിൽ എന്തോ പോലെ ഷോപ്പിൽ നിന്ന് വിളിച്ചപ്പോഴേ അങ്ങനെ വേഗം ചോറ് റെഡിയാക്കി. പിന്നെ പരിപ്പും തക്കാളിയും ഉള്ളി എല്ലാം കൂടി ഒരു കുത്തിക്കലക്കിയൊരു സാമ്പാർ കേട്ടോ. പിന്നെ മാന്തളായിരുന്നു മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്, അതും ഫ്രൈ ചെയ്തു. മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു തിരക്ക് കഴിഞ്ഞാൽ മനസ്സിന് ഏറെ സന്തോഷമാണ് കേട്ടോ. ബാക്കിയുള്ള ജോലി ഇനി പെട്ടെന്ന് തീർക്കാം, പക്ഷേ ഫുഡ് ഉണ്ടാക്കാനാണ് എനിക്ക് കുറച്ച് സമയം വേണ്ടത് കേട്ടോ. അങ്ങനെ ക്ലീനിങ് ഒക്കെ പെട്ടെന്ന് തീർത്തു. എൻ്റെ മോള് അൽഷിഫാക്ക് ഇന്ന് ഒരു വൃദ്ധസദനത്തിലേക്ക് യാത്ര പോവാനുണ്ട് കേട്ടോ. അവൾ അതിനായിട്ട് റെഡിയാവുകയാണ്. അങ്ങനെ ഫുഡൊക്കെ എടുത്ത് ഞാനും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അൽഷിഫാക്ക് ഇതുപോലെ സ്കൂളിൽ നിന്നും യാത്ര പോവുകയാണെന്ന് കേട്ടാൽ പിന്നെ അന്ന് ഉറക്കം ഒന്നും ഉണ്ടാവില്ല കേട്ടോ, ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അവൾ എൻ്റെ കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി കുറേ സമയമായി വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. കാരണം തൊട്ടടുത്തൊരു പെട്ടിക്കട ഉണ്ട്, അവിടുന്ന് മിഠായി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട്. എന്താണ് ലേസോ? ഒന്നെടുത്തോ, ഒന്ന്. ഇവിടെ തൊട്ടടുത്ത് സ്കൂളുള്ളതുകൊണ്ട് മിഠായികൾ, ബിസ്ക്കറ്റ്, അതുപോലെ ആ സിപ്പപ്പ് എല്ലാം ഇവിടെ കിട്ടും കേട്ടോ. എന്തായാലും സ്കൂളിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും അൽഷിഫാനെ പിടിച്ചിട്ട് കിട്ടുന്നില്ല കേട്ടോ. അവിടെ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ അവൾ ഓടുകയാണ്. അങ്ങനെ ഞാനും ഇവിടെ എത്തിയിട്ടുണ്ട്.
ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയ പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരും. വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ബൈ.